ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസ്. റിട്ടേണിംഗ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യങ്ങൾക്ക് സർക്കാർ വാഹനം ഉപയോഗിച്ചുവെന്നാണ് ആരോപണം. ജനുവരി 7-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം PWD സർക്കാർ വാഹനം AAPയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് പ്രചാരണ സാമഗ്രികൾ എത്തിക്കുന്നതായി പരാതിയിൽ പറയുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് ആം ആദ്മി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അതിഷി മെർലേനയ്ക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അതിഷിയുടെ അല്ലെങ്കിൽ ആം ആദ്മിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി സർക്കാർ വാഹനം ഉപയോഗിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജനുവരി 7-ന് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് പ്രചരണ സാമഗ്രികൾ എത്തിക്കുന്നതിനായി PWD സർക്കാർ വാഹനം ഉപയോഗിച്ചു എന്നാണ് കൽക്കാജി സ്വദേശിയായിട്ടുള്ള വ്യക്തി പരാതി നൽകിയിട്ടുള്ളത്. അതിഷി കൽക്കാജിയിൽ നിന്നുള്ള MLA കൂടിയാണ്. ഇവിടെയുള്ള ആം ആദ്മി ഓഫീസിലേക്കാണ് പ്രചരണ സാമഗ്രികൾ എത്തിക്കുന്നതിന് വേണ്ടി PWDയുടെ അതായത് സർക്കാരിന്റെ വാഹനങ്ങൾ ആം ആദ്മിയുടെ പാർട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത് ഇത് സംബന്ധിച്ച് പരാതി നേരത്തെ നൽകിയിരുന്നു. ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒപ്പം വാഹനം വിട്ടു നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുന്നതിനിടെ ഇത്തരത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് അതിഷിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് DGP ഇപ്പോൾ പ്രചാരണായുധമാക്കിയിട്ടുണ്ട്. രോഹിണി. ശരി ജിഷ്ണു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട പോക്സോ കേസിൽ ഒരാളുടെ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 44ആയി. പത്തനംതിട്ട ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. മിഥുൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? മിഥുനിലേക്ക് എത്താം. പത്തനംതിട്ട പോക്സോ കേസിൽ ഒരാളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 44ആയി. പത്തനംതിട്ട ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. ഏറെ അസാധാരണത്വം നിറഞ്ഞ കേസായിരുന്നു പത്തനംതിട്ട പോക്സോ കേസ്. പെൺകുട്ടിയുടെ 13ാമത്തെ വയസ്സു മുതൽ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു. അവസാനമാണ് 60 പേരുടെ വെളിപ്പെടുത്തൽ. പീഡനത്തിരയാക്കിയവരുടെ പേര് കുട്ടി വെളിപ്പെടുത്തുന്നത്. അത് 18ാമത്തെ വയസ്സിലായിരുന്നു. എന്തായാലും CWC ഇതിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തി. തുടർന്ന് ദേശീയ വനിതാ കമ്മീഷനും ഇടപെടൽ നടത്തി. ഇപ്പോൾ 44 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്.